അറബിക് കുനാഫയുടെ നല്ല മധുരമുള്ള കുനാഫയുടെ എരിവുള്ളൊരു വേർഷൻ, മലയാളി വേർഷൻ. അതാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ റെസിപ്പി. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതിനായിട്ടൊരു ബൗളിലേക്ക് കുറച്ച് ചിക്കൻ, ഉപ്പും മഞ്ഞൾപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി വേറൊരു ബൗളിലേക്ക് മൈദയും കോൺഫ്ലോറും ഉപ്പും ഓയിലും വെള്ളവും ചേർത്തിട്ടൊരു ബാറ്റർ ഉണ്ടാക്കണം. ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. എന്നിട്ട് അരിച്ചിട്ടൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് കെട്ടിയിട്ട് താഴെ മുട്ടുസൂചി വെച്ചിട്ടൊരു ഹോളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചൊരു പാനിലേക്ക് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കണം. ഇതിൻ്റെ ലാസ്റ്റ് റൗണ്ടൊക്കെ എത്തുന്ന സമയമാകുമ്പോഴത്തേക്കും ഉള്ളിൽ നിന്ന് ഇതുപോലെ വിട്ടു പോരുന്നുണ്ടാവും. ഒരു 3-4 സെക്കൻഡിനുള്ളിൽ ഇതുപോലെ എടുത്ത് മാറ്റുക. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ബാക്കി മാവും കൂടെ ചെയ്തെടുത്താൽ നമ്മൾ കുനാഫയുടെ ഡോ റെഡിയായി കിട്ടും. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 100-500 രൂപയൊക്കെ വരുന്ന ഒരു ഡോയാണ് കേട്ടോ ഈ ഒരു 10-15 മിനിറ്റിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് ചിക്കനും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഭയങ്കര ക്രിസ്പി ആവുമൊന്നും വേണ്ട. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതുപോലെ കോരിയെടുക്കുക. ഇതേ പാനിലേക്ക് തന്നെ കുറച്ച് സവാളയും കറിവേപ്പിലയും പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് മല്ലിയിലയും ഒരിത്തിരി ടൊമാറ്റോ കെച്ചപ്പും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി വേറൊരു ചെറിയ പാനിലേക്ക് കുനാഫയുടെ ആ ഒരു ഡോ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് ബട്ടറൊക്കെ മെൽറ്റ് ചെയ്ത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ചിക്കനിന്ന് ആ ഒരു എണ്ണയൊക്കെ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ എക്സ്ട്രാ എണ്ണയൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇതുപോലെ കുറച്ച് മുകളിലേക്ക് കയറ്റി വെച്ച് കൊടുത്തിട്ട് വേണം കുനാഫയുടെ ഡോ വയ്ക്കാൻ. നടുവിൽ ചിക്കൻ്റെ മിക്സ് വെച്ച് കൊടുക്കുക. മേലെ വീണ്ടും കുനാഫ അത് വെച്ചിട്ട് ആ ഒരു മാവ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ടൊരു സ്പാച്ചുലയോ ഇനി കൈ വെച്ചിട്ടായാലും നന്നായിട്ട് അമർത്തി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇനി തിരിച്ചിട്ടിട്ടും ഒരു 5 മിനിറ്റൊക്കെ ക്രിസ്പി ആവുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. നമ്മൾ മസാല കുനാഫ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. വേണമെങ്കിൽ മേലെ കുറച്ച് മയോണൈസൊക്കെ ഇട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റിയാണ്, ക്രിസ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.